അല്ലാഹുവിന്റെ റസൂല് മദീനയിലേക്ക് പോകുന്ന ഒരു രംഗമാണ്. മദീനയിലേക്ക് പോകുന്ന ഒരു രംഗം വലിയ പാടുണ്ട്. സൗർ ഗുഹ, മക്കയിൽ പോയവർ ഒരുപക്ഷെ പോയിട്ടുണ്ടാവും. നമ്മളിങ്ങനെ കേൾക്കൂലേ സൗർ ഗുഹ എന്നൊക്കെ. ഇപ്പൊ കേൾക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളാണ്. മക്കയിൽ പോയിട്ട് അതൊന്നിങ്ങനെ കാണണം. ആ ഗുഹ എത്ര ഉയരത്തിലാണുള്ളത്, അവിടേക്കൊന്ന് കയറി പോകണമെങ്കിൽ എത്ര പ്രയാസമുണ്ട്. ഹിറാ ഗുഹ എന്ന് കേൾക്കുമ്പോൾ എത്ര എളുപ്പമാണ്. കയറി പോകണമെങ്കിൽ 40 മിനിറ്റുമാണ്. നല്ല ആരോഗ്യമുള്ള മനുഷ്യന് ആ ഗുഹയിലാണ് ഹബീബായ തങ്ങൾ. അത് ഇന്ന് സ്റ്റെപ്പ് ഉണ്ട്, പിടിക്കാൻ കൈവരിയൊക്കെ ഉണ്ട്. ഇതൊന്നുമില്ലാത്ത കാലത്താണ് അള്ളാന്റെ റസൂല് അവിടെ പോയിട്ട് ഒറ്റയ്ക്ക് ഇരുന്നത്. അവിടേക്കാണ് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ, ഖദീജ ബീവി ഭക്ഷണം കൊണ്ടു കൊടുത്തിരുന്നത് അങ്ങോട്ടേക്കാണ്. ഇറാഖോയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോ ഭക്ഷണ പാത്രവുമായിട്ട് മക്കയിൽ നിന്ന് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ ഈ ഹിറാഗോയുടെ മുകളിലേക്ക് കടന്നു ചെന്നു എന്ന് പറയുമ്പോ അത് എത്രാമത്തെ വയസ്സിലാണ്? 55-ാമത്തെ വയസ്സിലാണ്. 55-ാമത്തെ വയസ്സ്. അല്ലാഹുവിന്റെ റസൂലിന് വയസ്സ് 40 ആകുമ്പോ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വയസ്സ് 55ആണ്. നബി തങ്ങൾ കല്യാണം കഴിച്ചത് 25-ാമത്തെ വയസ്സിൽ. അന്ന് ഖദീജ ബീവിയുടെ വയസ്സ് 40 വയസ്സാണ്. ആദ്യത്തെ കല്യാണം തന്നെക്കാളും 15 വയസ്സിന് മുകളിലുള്ള ഖദീജ റളിയല്ലാഹു അൻഹയുമായിട്ടാണ്. 55-ാമത്തെ വയസ്സിൽ ഖദീജ റളിയല്ലാഹു അൻഹ ഇറാഖോയുടെ മുകളിലേക്ക് കടന്നു ചെന്നു. 65-ാമത്തെ വയസ്സിലാണ് ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. 65 വയസ്സുള്ള ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് വരെ 50 വയസ്സാണ് അന്ന് റസൂലുള്ളാഹിന്റെ പ്രായം. ആ പ്രായം വരെ നബി തങ്ങൾ മറ്റൊരു കല്യാണം കഴിച്ചിട്ടില്ല. രണ്ടാമതൊരു കല്യാണത്തെ പറ്റി ആലോചിച്ചിട്ടില്ല. ഖദീജ റളിയല്ലാഹു അൻഹ ഉണ്ടായിരിക്കെ ആ ഖദീജ ബീവി വഫാത്തായതിനു ശേഷം എപ്പോഴും നബി തങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നത്, എൻ്റെ ഖദീജ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ഖദീജ ഉണ്ടാകുമ്പോ എൻ്റെ ഖദീജ അങ്ങനെയായിരുന്നു, എൻ്റെ ഖദീജ ഇങ്ങനെയായിരുന്നു. മരണപ്പെട്ടു പോയ ഭാര്യയെ പറ്റി ആവർത്തിച്ചു പറയാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ആയിഷ ബീവി പറയുന്നുണ്ട്, പലപ്പോഴും എനിക്കത് അത്ര പിടിക്കാറുണ്ടായില്ല. എപ്പോഴും ഖദീജ റളിയല്ലാഹു അൻഹയെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ചില ആൾക്കാരൊക്കെ പരിഹസിക്കാറില്ലേ അള്ളാഹിന്റെ റസൂലിന്റെ വിവാഹത്തെ പറ്റി, നബി തങ്ങളെ കുടുംബ ജീവിതത്തെ പറ്റി. ചെറുപ്പക്കാർ, എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മൾ ചരിത്രം പഠിക്കണം. 25-ാമത്തെ വയസ്സിന്റെ യൗവനത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോ നബി തങ്ങൾ ഒരു കല്യാണം കഴിക്കുകയാണ്. ഭാര്യയുടെ പ്രായം 40 വയസ്സാണ്. 40 വയസ്സുള്ള ഭാര്യക്ക് 65 വയസ്സാകുമ്പോ അവർ വഫാത്താകുന്ന സമയം വരെ 25 വർഷത്തെ ദാമ്പത്യത്തിനിടയിൽ അള്ളാന്റെ റസൂൽ മറ്റൊരു കല്യാണത്തിലേക്ക് പോയിട്ടില്ല. ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയാ ജീവിക്കേണ്ടത്? സ്വർഗത്തിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അതാണ് സ്വർഗത്തിലെ സ്ത്രീകള്. ആ സ്വർഗീയ സ്ത്രീകളുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഖദീജ റളിയല്ലാഹു അൻഹ. 40-ാമത്തെ വയസ്സിൽ ഇറാഖോയിൽ ഇരിക്കുമ്പോ അള്ളാന്റെ റസൂലിന് ഭക്ഷണം കൊണ്ടുകൊടുത്തതാരാ? ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ഇറാഖോയുടെ മുകളിലേക്ക് കയറിയിട്ട് ഭക്ഷണം കൊണ്ടുകൊടുക്കും. ആ ഗുഹയിൽ ഇരിക്കുമ്പോഴാണ് വഹി ഇറങ്ങുന്നത്, ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്. അള്ളാന്റെ റസൂല് പേടിച്ച് ആദ്യമായിട്ട് ഓടിപ്പോകുന്നത് എങ്ങോട്ടേക്കാ? ആദ്യമായിട്ട് ഓടിപ്പോകുന്നത് പ്രിയപ്പെട്ട ഭാര്യയുടെ അടുക്കലേക്കാണ്. ഒരു ഭർത്താവിന് പ്രയാസം വരുമ്പോ ആ ഭർത്താവ് ആദ്യമായിട്ട് ഓടിപ്പോകുന്നത് എങ്ങോട്ടാ? ഭാര്യയുടെ അടുക്കലേക്കാണ്. അതാണ് ആ ഭർത്താവും ഭാര്യയും. ഏതാണ് ആ ഭർത്താവ്? ആ ഭർത്താവ് മറ്റാരുമല്ല, ലോകത്തിന് വസന്തമായിട്ട് കടന്നു വന്ന നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ ഭർത്താവ്. ആ ഭാര്യ ആരാ? ഖദീജ റളിയല്ലാഹു അൻഹയാണ്. അവർ തമ്മിലുള്ള സ്നേഹബന്ധം നമ്മൾ ആലോചിച്ച് നോക്കൂ. ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുകൊടുക്കുകയാണ്. ഇപ്പോഴത്തെ കാലം ഏതാണെന്നറിയോ? എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞു, രാത്രി വീട്ടിലേക്ക് വരുമ്പോ വാതിൽ തുറക്കാൻ പറഞ്ഞാൽ പോലും ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടൂല. ഉറക്കു പോയി എന്നാ പറയാ, ഉറക്കു പോയിന്ന്. തിന്നുന്ന കാര്യം പോയിട്ട് ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. എന്നാലും പുതിയ കാലത്ത് വലിയൊരു വിഷയമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്, അല്ലേ? ഭയങ്കര വിഷയമാണ്. ഞാനിങ്ങനെ ആലോചിക്കുന്നത്, കോഴിക്കോട് ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രി ഒരു പ്രായമുള്ള മനുഷ്യൻ എല്ലാ ദിവസവും പള്ളിയിൽ ഇങ്ങനെ കാണും. ഞാൻ LLBക്ക് പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു പള്ളിയിൽ ഖത്തീബായിട്ട് ജോലി ചെയ്തിരുന്നു. അപ്പോൾ ആ പള്ളിയിൽ വെള്ളിയാഴ്ച ഖുത്ബ മാത്രമാണ്, വേറെ ഡ്യൂട്ടി ഒന്നും ഉണ്ടാവില്ല. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ രാത്രി കിടക്കാൻ നേരത്ത് ഹൗലിൻ്റെ ഭാഗത്ത് ഒരു പ്രായമുള്ള മനുഷ്യനെ കാണും ഇടക്കിടക്ക്. ഇങ്ങനെ കാണുമ്പോൾ അയാളവിടെ കാണുമ്പോൾ നമ്മൾ ചിരിക്കും. അയാൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. നമ്മൾ വിചാരിക്കുന്നത് ഒന്നോ ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി വരുന്ന ആളായിരിക്കും. അങ്ങനെ 1-2 ദിവസങ്ങളായിട്ട് തുടർച്ചയായിട്ട് അതേ സമയത്ത് ഇങ്ങനെ കണ്ടപ്പോൾ അയാളോട്
സംസാരിച്ച് നോക്കുമ്പോൾ അയാളെ കയ്യിലൊരു പൊതിയുണ്ട്. അയാളെ ഹൗലിൻ്റെ കരയിൽ ഇരിക്കുകയാണ്. ഒരു പൊതിയുണ്ട്. ആ പൊതിയിലുള്ളത് 2 പൊറോട്ടയാണ്. അപ്പുറത്തൊരു ഗ്ലാസ്സിൽ വെള്ളമുണ്ട്. അയാൾ ഈ ഗ്ലാസ്സിലെ വെള്ളത്തിൽ പൊറോട്ട ഇങ്ങനെ മുക്കിയിട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ്. സാധു മനുഷ്യൻ ഗ്ലാസ്സിൽ മുക്കിയിട്ട് പൊറോട്ട, കറിയൊന്നുമില്ല, വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ തിന്നാണ്. പൊറോട്ട അങ്ങനെ തന്നെ തിന്നാനും രസമുള്ള, കുഴപ്പമില്ലാത്ത ഭക്ഷണമാണ്. ഏതായാലും ഈ മനുഷ്യന് രാത്രി ഹോട്ടലിൽ നിന്ന് 2 പൊറോട്ടയും കൊണ്ടുവന്ന് ഇങ്ങനെ തിന്നുന്ന കണ്ടപ്പോൾ അയാളോട് കുറച്ചിങ്ങനെ സംസാരിച്ചു നോക്കി. അയാൾ ആദ്യമൊന്നും പറയാൻ തയ്യാറായില്ല. പിന്നെ പറഞ്ഞു, വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്. വീട്ടിൽ നിന്ന് പുറത്താക്കിയതാ. അപ്പം എന്തേ കാരണം എന്ന് ചോദിച്ചു. എന്തേ പുറത്താക്കാൻ കാരണം? അത് ഞാൻ ജോലി ചെയ്തിട്ട് വീട്ടിലേക്ക് കൊടുക്കുന്ന പൈസ പോരാന്ന് പറഞ്ഞിട്ട് അവർ പുറത്താക്കിയതാണ്. നിങ്ങൾക്ക് എത്രയാ ശമ്പളം ഉള്ളത്? അപ്പം അയാളൊരു ഷോപ്പിൽ പണിയെടുക്കുകയാണ്. ഇത്ര ശമ്പളം കിട്ടും. അതിൽ ഞാൻ കുറച്ച് ബീഡി അല്ലെങ്കിൽ സിഗരറ്റ് വാങ്ങുന്നൊരു ശീലമുണ്ട്. പിന്നെ എൻ്റെ ബസ്സിന് കുറച്ച് പൈസ വേണം. ഉച്ചക്കത്തെ ഭക്ഷണം എനിക്ക് അവിടുന്ന് കഴിക്കണം. ഇത് കഴിച്ചാൽ ബാക്കിയുള്ള പൈസ ഞാൻ വീട്ടിലേക്ക് കൊടുക്കുകയാണ്. അത് പോരാന്ന് പറഞ്ഞിട്ട് അവരെന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ മക്കൾ ഗൾഫിലുണ്ട്. വളർത്തി വലുതാക്കിയ ആ മക്കൾ ഗൾഫിലുണ്ട്. നാട്ടിലെ ഭാര്യ ഭർത്താവിനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഇങ്ങനെ കൗതുകം ഉണ്ടാവും അല്ലേ? ഇങ്ങനെയൊക്കെ നടക്കുമോ? ഇതൊക്കെ ഒരു വാളിന് വേണ്ടി പറയാണോ എന്ന് തോന്നും. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ സിസ്റ്റം അല്ലാത്തൊരു സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റം നമ്മളിവിടെ എങ്ങനെയാണ്, കല്യാണം കഴിഞ്ഞാൽ പെണ്ണിനെ നമ്മൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാണ്. വേറൊരു രീതിയുണ്ട്. അവിടെ കല്യാണം കഴിഞ്ഞാൽ ആണ് അങ്ങോട്ടേക്ക് പോയി നിൽക്കുകയാണ്. ആ ഒരു സിസ്റ്റത്തിൽ പലപ്പോഴും, ഞാൻ അവരെ കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞതല്ല, ഇനി അത് നാളെ ഇങ്ങനെ ഇതിൻ്റെ ഒരു ക്ലിപ്പോ മറ്റോ പോയിട്ട് അതൊരു വിവാദമൊന്നും ആവരുത്. പക്ഷെ ഒരു വസ്തുതയാണ്. ആണ് പോയിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ സമ്പാദിക്കാൻ പറ്റാതാകുമ്പോൾ, ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ ഭർത്താവ് സൈഡാവാണ്. അയാളെ വീടല്ല, സ്വത്തിൽ അവകാശമില്ല, നിങ്ങൾക്ക് എൻ്റെ സ്വത്തിൽ അവകാശമില്ല, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് പുറത്താക്കുന്ന സന്ദർഭങ്ങൾ അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ. ഇതങ്ങനെയുള്ള സിസ്റ്റമുള്ള നാടുകളുണ്ട്. അവിടെയൊക്കെ പോയി അന്വേഷിച്ചാൽ അറിയൂ. ഇതിപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് കൊട്ടപ്പുറത്ത് ഇരുന്ന് നേരത്തിന് ഇങ്ങനെ നാക്കുമ്പോഴേക്കും പത്തലും കറിയും കോഴിക്കറിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ടാവും. അപ്പം നമുക്ക് അറിയില്ല. നമ്മളറിയാത്തത് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനൊന്നും ഉണ്ടാവില്ല. അതങ്ങനെയാണ്. നമ്മളറിയാത്തതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അങ്ങനൊന്നും ഉണ്ടാവില്ല, അതിപ്പോൾ അയാൾ വാളിന് വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും. പ്രായമാകുമ്പോൾ ആ വീട്ടിൽ നിന്നൊക്കെ ഒഴിവാക്കുന്ന ഒരു കാലമാണ്. അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ. പ്രായമാകുമ്പോൾ മനുഷ്യന് വിലയില്ലാതായി പോയി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് അല്ലേ? വീട്ടിൽ കല്യാണം നടക്കുകയാണ്, ഉപ്പുണ്ട്, ഒരു റോളും ഇല്ല. എന്തേ? നിങ്ങൾക്ക് വയസ്സായി, പൈസ ഇല്ല. കുറച്ച് മുമ്പത്തെ കാലം അതല്ലായിരുന്നു. മക്കൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. ഇപ്പം എന്താ നടക്കുന്നതെന്ന് ഇയാൾക്കറിയില്ല. ഇയാൾ കുപ്പായിട്ടിട്ട് അവിടെ ഇരിക്കുന്ന മാത്രമാണ്. മുമ്പത്തെ കാലം അതല്ല. പ്രായമുള്ളൊരു മനുഷ്യനുണ്ടെങ്കിൽ ആരും അങ്ങോട്ടേക്ക് പോകില്ല, കൂടുതൽ സംസാരിക്കൂല, ഒച്ച ഉണ്ടാക്കൂല. ഇപ്പം പറയും, നിങ്ങൾ കുറച്ച് സൈഡ് ഇരുന്നോളി, അവിടെ പാട്ടൊക്കെ നടക്കാണ്ട്, കുറച്ച് അപ്പുറം ഇരുന്നാൽ മതിയെന്ന്. അല്ലെങ്കിൽ ഉപ്പാനോട് പറയും, എൻ്റെ കുറച്ചൊരു ഒതുങ്ങിയിട്ട് അപ്പുറത്ത് ഇരുന്നാൽ എന്തേ, ഇങ്ങനെ നടുവിൽ വന്നിട്ട് ഇരിക്കുന്ന എന്തിനാന്ന് ചോദിക്കും. എൻ്റെ വിഷയത്തിൽ നിന്ന് മാറാൻ ഞാൻ ആഗ്രഹിക്കുകയല്ല. എന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രായമായവരോട് ബഹുമാനം കാണിക്കുന്നില്ലേ? പിന്നെന്ത് ദീനാണത്? പിന്നെന്ത് ഇസ്ലാമാണ്? ചെറിയവരോട് കാരുണ്യം കാണിക്കുന്നില്ലേ? പിന്നെന്ത് ഇസ്ലാമാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഹൗലിൻ്റെ കരയിൽ പൊറോട്ട തിന്നുന്ന ആ മനുഷ്യന് കുറച്ച് നേരത്തേക്ക് അയാളോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എന്ത് പറയണം, എങ്ങനെയാണ് അയാളെ സമാധാനിപ്പിക്കേണ്ടത്? ഉപ്പാൻ്റെ പ്രായമുള്ളൊരു മനുഷ്യന് അയാൾ ഇപ്പോഴും പണിക്ക് പോകുന്നത് തന്നെ അത്ഭുതമാണ്. ആ മനുഷ്യനോട് നിങ്ങളെ സമ്പാദിക്കുന്നത് പോരാന്ന് പറയുമ്പോൾ ആ മനുഷ്യനെ എങ്ങനെ ആശ്വസിപ്പിക്കുക? ഒന്നിനും വയ്യാത്തൊരു നേരത്ത് അയാൾ ഇനി എന്ത് ചെയ്യാനാണ്? കുടുംബജീവിതത്തില് ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ റസൂൽ പഠിപ്പിക്കുന്ന കുടുംബജീവിതത്തിന്റെ ഒരു സൗന്ദര്യമുണ്ട്. ആണും പെണ്ണും പരസ്പരം സഹകരിച്ച് കഴിയുമ്പോഴാണ്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. പരിശുദ്ധ ഖുർആനിൽ കുടുംബജീവിതത്തെ അല്ലാഹു പറഞ്ഞത് അങ്ങനെയാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. ഭാര്യയ്ക്കും ഭർത്താവിനിടയിൽ അല്ലാഹു സ്നേഹത്തെയും കാരുണ്യത്തെയും ഇട്ട് തന്നിരിക്കുന്നു. റഹ്മത്ത്. വയസ്സായി കഴിഞ്ഞാൽ ഒന്നിനും വയ്യാത്തൊരു സമയം ഉണ്ടാവില്ലേ? അപ്പൊ പിന്നെ രണ്ടാൾ തമ്മിൽ എങ്ങനെയാ നിൽക്കുന്നത്? അത് കാരുണ്യം കൊണ്ടാണ്. ഞാനൊരിക്കൽ ഒരു വീട്ടിലേക്ക് പോയി.
ഒരു ഭാര്യ മരിച്ച വീട്ടിലേക്ക് പകല് പോകാൻ പറ്റിയില്ല. മയ്യത്തെടുക്കുന്നതിന് മുമ്പ് മഗ്‌രിബിന്റെ സമയത്താണ് ഞങ്ങൾ ആ വീട്ടിലേക്ക് എത്തിയത്. ഞങ്ങൾ ആ വീട്ടിലേക്ക് എത്തുമ്പോൾ ഏകദേശം വന്ന ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. ആ മനുഷ്യന് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. മഗ്‌രിബൊക്കെ നിസ്കരിച്ചിട്ട് അയാൾ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ സലാമൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. അയാൾ പറഞ്ഞു, ഉസ്താദേ, ഇന്ന് മുതലുള്ള എൻ്റെ ജീവിതം ഇരുട്ടാണ്, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു സാധാരണ ഒരു ഭാര്യ മരിച്ചാൽ ബേജാറിൽ എല്ലാവരും പറയില്ല, അങ്ങനെയാണ്. അപ്പോൾ അയാൾ പറയുന്നത് അതല്ല. അയാൾ പറഞ്ഞു, എനിക്ക് ഷുഗർ ഉണ്ട്, എനിക്ക് വേറെ കുറേ രോഗങ്ങളുണ്ട്. ഈ ഗുളിക മുഴുവനും നേരമാകുമ്പോൾ അവളാണ് എനിക്ക് എടുത്തു തന്നിരുന്നത്. അവൾ കയ്യിൽ വെച്ച് തരുന്ന ഗുളിക അവൾ കൊണ്ട് തന്ന വെള്ളത്തിൽ ഞാൻ കുടിക്കുകയാണ്. ഇന്നത്തെ രാത്രി ഏത് കവറിന്ന് എത്ര ഗുളിക എടുത്തിട്ട് കഴിക്കണമെന്ന് എനിക്കറിയില്ല, എൻ്റെ മക്കൾക്കും അറിയില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ജീവിതത്തിൽ ഇന്ന് വരെ രാത്രി കിടക്കുമ്പോൾ അവൾ വിരിച്ചു തന്ന വിരിപ്പിലല്ലാതെ ഞാൻ കിടന്നിട്ടില്ല. ഈ വിരിപ്പ് എവിടെ വെക്കുക ഞാനതൊന്നും നോക്കിയിട്ടില്ല. ഇന്നത്തെ രാത്രി ഞാൻ എങ്ങനെ കിടക്കുമെന്ന് എനിക്കറിയില്ല. എൻ്റെ വിരിപ്പ്, എനിക്ക് കിടക്കാൻ നേരത്ത് നല്ല ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളം കിട്ടണം. ആരെനിക്ക് ഇന്ന് മുതൽ വെള്ളം കൊണ്ടുതരും? വയസ്സായ ഞാൻ ഇനി എന്ത് ചെയ്യും? അള്ളാഹ്ക്ക് അവളെ കൊണ്ടുപോകുന്നതിന് മുന്നേ എന്നെ കൊണ്ടുപോയാൽ മതിയായിരുന്നു. ആ മനുഷ്യൻ പറഞ്ഞ വാക്കതാണ്. അയാളും കരഞ്ഞു, ഞങ്ങൾ കരഞ്ഞുപോയി. അത് കേട്ടപ്പോൾ നമുക്ക് വേറൊന്നുമില്ല, കുടിക്കേണ്ട ഗുളിക അറിയില്ല. അയാൾ പറഞ്ഞു, എൻ്റെ ഭക്ഷണം, എൻ്റെ ഭക്ഷണത്തിൻ്റെ രീതി എനിക്ക് എന്താ വേണ്ടത്, എൻ്റെ ടേസ്റ്റ് എങ്ങനെയാ, എൻ്റെ ഉപ്പ് എങ്ങനെയാ, ഇതൊന്നും എൻ്റെ മക്കൾക്ക് അറിയില്ല. ഞാൻ ഇന്ന് മുതൽ എങ്ങനെയാ ഭക്ഷണം കഴിക്കേണ്ടത്, എങ്ങനെയാ ഭക്ഷണം കഴിക്കേണ്ടത്? അങ്ങനെയുള്ള ഭാര്യ ഭർത്താക്കന്മാരുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. ഇതേ കോഴിക്കോട് തന്നെ ഒരു അനുഭവം എനിക്കുണ്ടായി. ഭാര്യ മരിച്ചപ്പോൾ മയ്യത്തൊക്കെ കബറടക്കി കഴിഞ്ഞപ്പോൾ ആ വയസ്സായ മനുഷ്യനുണ്ട് പള്ളീൻ്റെ റൂമിലേക്ക് വന്നു. അയാൾ റൂമിലേക്ക് വന്നിട്ട് കൈ പിടിച്ചിട്ട് കരയാണ്, മിണ്ടുന്നില്ല. കുറേ സമയം കരഞ്ഞു. കരഞ്ഞതിന് ശേഷം പിന്നെ അയാൾ പറഞ്ഞത്, ഞാനൊന്നും മരിക്കാൻ നിങ്ങൾ ദ്വാരക്ക് ഉസ്താദേ, ഞാനൊന്നും മരിക്കാൻ ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല. കാരണം അവൾ എന്നെ പൊന്നുപോലെ നോക്കിയതാണ്. ഞാൻ മോശക്കാരനായിരുന്നു, ഞാൻ അവളോടൊരു കാരുണ്യം കാണിച്ചിട്ടില്ല. പക്ഷെ അവൾ എന്നോട് കാരുണ്യം കാണിച്ചിട്ടുണ്ട്. ഞാൻ അവളോട് സ്നേഹം കാണിച്ചിട്ടില്ല, അവൾ എന്നോട് സ്നേഹം കാണിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം അവൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പോലും നല്ലത് പറഞ്ഞിട്ടില്ല, എന്നാലും അവൾ എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എൻ്റെ സമ്മതമില്ലാതെ അവൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഞാൻ പോണ്ടാന്ന് പറഞ്ഞ പരാതി പറഞ്ഞിട്ടില്ല, പോകണ്ട എന്ന് പറഞ്ഞാൽ അവൾ പരാതി പറഞ്ഞിട്ടില്ല. ഞാന് എന്ത് കാര്യം അങ്ങോട്ട് പറഞ്ഞാലും തിരിച്ചു മറുവാക്ക് പറയാതെ എന്നെ നോക്കിയവളാണ്. പെട്ടെന്ന് അവൾ പോയി. ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, നബിയുനാ മുഹമ്മദ് മുസ്തഫ, ഒരു പെണ്ണ് ആ പെണ്ണ് മരണപ്പെട്ടു പോകുമ്പോ അവളെ ഭർത്താവിന് അവളെ കൊണ്ട് തൃപ്തിയാണെങ്കിൽ ദഖലത്തിൽ ജന്ന, അവളെ സ്വർഗത്തിലാണെന്നാണ്. ഒരു പെണ്ണ് മരിക്കുമ്പോ ആ പെണ്ണിനെ തൊട്ട് അവളെ ഭർത്താവിന് തൃപ്തിയാണെങ്കിൽ ദഖലത്തിൽ ജന്ന, അവള് സ്വർഗത്തിലേക്കാണെന്നാണ്. അല്ലാഹു ആ വിഭാഗത്തിൽ അങ്ങനെ പരസ്പര സ്നേഹത്തിൽ ജീവിച്ച് ഒന്നിച്ചു സ്വർഗത്ത് പോകുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കണം. മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ മക്കയിലെ വലിയ സമ്പന്നയായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോ 25 വയസ്സുള്ള ഒന്നുമില്ല, കയ്യിൽ പൈസ ഒന്നുമില്ല. മക്കക്കാർ കളിയാക്കി, ഈ മുഹമ്മദിന് എന്താ ഉള്ളത്? ഖദീജ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കാൻ മക്കയിലെ പ്രഗത്ഭരായ കുറേ ആളുകൾ ചോദിച്ചിരുന്നു. അവർക്കൊന്നും ഖദീജ റളിയല്ലാഹു അൻഹ സമ്മതിച്ചില്ല. ഖദീജ ബീവി എന്താ ചെയ്തതെന്നറിയോ? കല്യാണമൊക്കെ കഴിഞ്ഞപ്പോ വലിയൊരു വിരുന്ന് സംഘടിപ്പിച്ചു. ഒരു വിരുന്ന്. ആ വിരുന്നിൽ മക്കക്കാരെ മുഴുവനും വിളിച്ചിട്ട് വലിയൊരു വിരുന്ന്. ആ വിരുന്നിൽ മക്കക്കാരോട് പറഞ്ഞു, ഇന്നു മുതൽ എൻ്റെ സമ്പത്തിന്റെ ഉടമസ്ഥാവകാശം, എൻ്റെ സർവസമ്പത്തിന്റെയും ഉടമസ്ഥാവകാശം ഞാൻ എൻ്റെ ഭർത്താവായ മുഹമ്മദിന് കൊടുത്തിരിക്കുന്നു. ഇന്നു മുതൽ ഇതെന്റെ സമ്പത്തല്ല, ഇതെന്റെ ഭർത്താവായ മുഹമ്മദിന്റെ സമ്പത്താണെന്ന് ഖദീജ റളിയല്ലാഹു അൻഹ പ്രഖ്യാപിച്ചു. കയ്യിലെ പൈസ കൊണ്ട് ഭർത്താവിനെ വേദനിപ്പിക്കുന്ന ആളുകളുണ്ട് ഇന്നത്തെ കാലത്ത്, അല്ലേ?
മക്കൾ കൊടുത്തയക്കുന്ന പൈസ കയ്യിൽ വെച്ചിട്ട് സ്വന്തം ഭർത്താവിനെ സ്വീപ്പാക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ എന്താ ചെയ്തത്? എല്ലാ സമ്പത്തിന്റെ ഉടമസ്ഥാവകാശം ഇനി റസൂലുള്ളാഹിക്കാന്ന് പറഞ്ഞു. ആ ഖദീജ ബീവി എങ്ങനെ വഫാത്തായതെന്നറിയോ? ഷിയാബ് അബീ ത്വാലിബിന് പട്ടിണി കിടന്നിട്ടാണ്. എന്താ ഷിയാബ് അബീ ത്വാലിബ് മക്കയിൽ ഒരു കുന്നിന്റെ ചെരുവ്, അവിടെ കൊണ്ടുപോയിട്ട് മക്കാർ എന്ത് ചെയ്തു അറിയോ? ഇവരെ കൊണ്ടുപോയിട്ട് അവിടെ ആക്കി. അവർക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല, അവരുമായിട്ട് കല്യാണം പാടില്ല, അവരെ സഹായിക്കാൻ പാടില്ല, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. മക്കാരെ ഉപരോധം ഏർപ്പെടുത്തിയതാണ്. ആ ഉപരോധത്തിൽ കഴിയുമ്പോഴാണ് ഖദീജ ബീവി വഫാത്താകുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹ മക്കയിലെ സമ്പന്നയായ വലിയ കുബേരയായ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് ദാരിദ്ര്യത്തിൽ നിന്നുകൊണ്ടാണ്. ദാരിദ്ര്യത്തിൽ റസൂലുള്ളാഹിക്ക് താങ്ങായിട്ട് നിലകൊണ്ടവരാണ് അല്ലേ? ഇറാഖോയിലിരിക്കുമ്പോൾ വഹി ഇറങ്ങി. നബി തങ്ങൾ ആദ്യം ഓടിപ്പോയത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്കാണ്. ഖദീജ ബീവി പറഞ്ഞു, എന്താ പറഞ്ഞത്? സമ്മിലൂനി, എന്നെ പുതപ്പിട്ട് മൂടോ ഖദീജ, എനിക്ക് പനി വന്നിട്ട് പേടിച്ചിട്ട് വറക്കാണ്. എന്താ സംഭവം എന്ന് ചോദിച്ചു. കഥ പറഞ്ഞു. കഥ കേട്ടപ്പോ ഖദീജ ബീവി എന്താ പറഞ്ഞത്? ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, കല്ലാ ലാ യുഖ്സികല്ലാഹു അബദാ, അല്ലാഹു നിങ്ങളെ വെറുതെ വിടൂല, അല്ലാഹു നിങ്ങളെ വെറുതെ വിടൂല. ഇന്നക ലതസിലുർ റഹിമ, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നവരാണ്, നിങ്ങൾ ആളുകളെ സഹായിക്കുന്നവരാണ്. ആളുകളെ പ്രയാസമൊക്കെ ഏറ്റെടുക്കുന്ന ആളുകളാണ് അല്ലേ? പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ഉമ്മമാരെ നിങ്ങൾ അവരെ കുറ്റം പറയരുത്. അവർ ചെയ്യുന്ന സാമൂഹിക സേവനാണ്, വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്, ആഖിറത്തിൽ പ്രതിഫലമുണ്ട്. രാവിലെ എണീറ്റിട്ട് ആരെങ്കിലും സഹായിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ബാക്കെന്ന് പറയണ്ട, എങ്ങോട്ട് പോകുന്നത്, നിങ്ങൾക്ക് മാത്രം എന്ത് ഇത്ര തലച്ചൂട് അല്ലേ? നാട്ടിൽ വേറെ എത്ര ആളുടെ ഒരു പോയിക്കോട്ട്. ഉറൂസിന്റെ പണി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ആൾക്കാർ കുറേ ദിവസം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ വീട്ടിൽ നിന്ന് വൈകുന്നേരം വരുമ്പോൾ കുത്തുവാക്ക് കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ മാത്രം പോയിട്ട് എന്തിനു പള്ളീൻ്റെ അടുത്ത് കഷ്ടപ്പെടുന്നത്? അത് നാട്ടുകാർക്ക് എല്ലാവർക്കും ഉള്ളതല്ലേന്ന്. അങ്ങനെ പറയണ്ട. പൊതുപ്രവർത്തനം വലിയ കൂലിയുള്ള കാര്യമാണ്. ഇന്നക ലതസിലുർ റഹിമ വതഹ്മിലുൽ കല്ല, നബിയെ അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്നവരാണ്. വതുഈനു അലാ നവായിബിദ് ദഹ്ർ, ആളുകൾക്ക് പ്രയാസം വരുമ്പോൾ സഹായിക്കുന്നവരാണ്. എന്നിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ എന്താ ചെയ്യുന്നത്? നബി തങ്ങളെ കൊണ്ടുപോവാണ്. വറഖത്ത് ബിൻ നൗഫൽ, നിങ്ങൾക്ക് അറിയുന്ന ചരിത്രമാണ്, അന്നത്തെ വലിയ പണ്ഡിതൻ. ആ പണ്ഡിതന് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, ഇത് മൂസാ നബിയുടെ അടുക്കലേക്ക് വന്ന നാമൂസാണ്. മൂസാ നബിയുടെ അടുക്കലേക്ക് വന്ന അതേ മലക്ക് ജിബ്രീലാണ് നിങ്ങളുടെ അടുക്കലേക്ക് വന്നത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ നാട്ടുകാർ നിങ്ങളെ പുറത്താക്കുമല്ലോ, ആ സമയത്ത് ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാന്ന്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എൻ്റെ നാട്ടുകാര് എന്നെ പുറത്താക്കുവോ? അവരെന്നെ അല്ലാമീൻ എന്നാണ് വിളിക്കാന്ന്, അവരെന്നെ അസ്വാദിഖ് സത്യസന്ധൻ എന്നാണ് വിളിക്കുന്നത്, അവരെന്നെ പുറത്താക്കുവോന്ന്. അപ്പൊ വറക്കത്ത് പറഞ്ഞു, എല്ലാ നബിമാരും അങ്ങനെ പുറത്താക്കപ്പെട്ടിട്ടുണ്ട്, അങ്ങും പുറത്താക്കപ്പെടും. അതാണ് ഹിജ്റ. 50-ാമത്തെ വയസ്സിൽ ഖദീജ ബീവി വഫാത്തായി. മഹാനായ അബൂ താലിബ് വഫാത്തായി. നബി തങ്ങൾക്ക് താങ്ങായിട്ട് നിലകൊണ്ട രണ്ടാള് പോയി. നബി തങ്ങൾക്ക് ഏകാന്തത അനുഭവപ്പെട്ടു. ആ സമയത്താണ് ഇസ്രാ മിഅ്റാജ് നടക്കുന്നത്. അതൊക്കെ വലിയ ചരിത്രമാണ്. അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹ, സ്വർഗത്തിലെ നാരിമാർ, സ്വർഗത്തിലെ സ്ത്രീകളുടെ നായികയായ മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ, ഖദീജ ബീവി വഫാത്തായിട്ട് എല്ലാ വർഷവും അള്ളാഹിന്റെ റസൂൽ എന്ത് ചെയ്യും? അള്ളാഹിന്റെ റസൂൽ ഭക്ഷണം തയ്യാറാക്കിയിട്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാർക്ക് പ്രത്യേകമായിട്ട് ഭക്ഷണം കൊടുക്കും. അതാണ് ആണ്ട് നേർച്ച എന്ന് പറയുന്നത്. ആണ്ട് നേർച്ച, ആണ്ട് കഴിക്കുന്ന പരിപാടി ദീനിലുണ്ടോ, തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന വിവരമില്ലാത്ത ആൾക്കാരുണ്ടാവും. അള്ളാഹിന്റെ റസൂല് ഖദീജ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഭക്ഷണം തയ്യാറാക്കിയിട്ട് അവിടുത്തെ കുടുംബക്കാർക്ക്, ഖദീജ ബീവിയുടെ കൂട്ടുകാർക്ക് കൊടുത്തിരുന്നു. എന്തേ കാരണം? ഖദീജ ബീവി അള്ളാഹിന്റെ റസൂലായിട്ടുള്ള ബന്ധതാണ്. ഇറാഖോയില് ഉംറക്ക് ഹജ്ജിന് പോകുമ്പോ ഇറയിൽ പോയിട്ടുള്ള ആളുകൾ കണ്ടിട്ടുണ്ടാവും, ആ കുന്ന് എത്ര ഉയരത്തിലാണ്, അവിടെയാണ് നബി തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തത്. ഖദീജ ബീവി എത്ര വലിയ ത്യാഗമാണ്. ആ ത്യാഗത്തിന്റെ പേരാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. നബി തങ്ങളുടെ 7 മക്കളിൽ 6 പേരും ഖദീജ റളിയല്ലാഹു അൻഹയിലാണ് ഉണ്ടായിട്ടുള്ളത്. ഖദീജ ബീവി അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. ഞാൻ പറഞ്ഞു വന്നത് നബി തങ്ങളുടെ ഹിജ്റയുടെ ഒരു ചരിത്രം ഇങ്ങനെ പറഞ്ഞു വന്നതാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് മദീനയിലേക്ക് കടന്നുപോയി. മദീനയിലേക്ക് എത്താനാകുമ്പോ മദീനക്കാരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ദഫുമായിട്ട് മദീനക്കാർ, ചെറിയ പെൺകുട്ടികള്, കുട്ടികള്, ആളുകൾ ഒന്നായിട്ട് അങ്ങനെ ഉച്ചവെയിൽ സഹിക്കാൻ പറ്റാത്ത വരുമ്പോ അവർ വീട്ടിലേക്ക് മടങ്ങും.
അങ്ങനെ ഒരു ഉച്ച നേരത്ത് മദീനക്കാർ അവരെ വീട്ടിലേക്ക് പോയ നേരത്താണ് അള്ളാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് എത്തുന്നത്. നബി തങ്ങൾ എങ്ങനെ ദൂരേന്ന് ഒരൊട്ടകപ്പുറത്ത് ഒട്ടകങ്ങൾ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോ ഉടനെ തന്നെ ഒരു ജൂതനായ ഒരു ചെറുപ്പക്കാരനാ കണ്ടത്. അയാൾ വിളിച്ചു പറഞ്ഞു, മദീനക്കാരെ, നിങ്ങളെ സൗഭാഗ്യം ഇതാ വന്നിരിക്കുന്നു. നിങ്ങളെ സൗഭാഗ്യം വന്നു. ആരാ സൗഭാഗ്യം? അത് നബിയുനാ മുഹമ്മദ് മുസ്തഫ റസൂലാണ്. അങ്ങനെ നബി തങ്ങൾ മദീനയിലെത്തി. മദീനക്കാർ സ്വീകരിച്ചു. അതാണ് അത്ര മനോഹരമായിട്ട് പാട്ടുപാടിയിട്ടാ സ്വീകരിച്ചത്. വളരെ മനോഹരമായിട്ട് പാട്ടുപാടി സ്വീകരിച്ചു. അങ്ങനെ നബി തങ്ങളെ ഒട്ടകം പിന്നെ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ മുറ്റത്താണ് മുട്ടുകുത്തുന്നത്. അറിയുന്ന ചരിത്രമാണ്. ആ സമയത്ത് മദീനക്കാരൊക്കെ ഓരോരുത്തരായിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നു. ഓരോരുത്തർ ഒരു സമ്മാനം ഇങ്ങനെ കൊടുത്തു. ഓരോ സമ്മാനം. ആ സമ്മാനം നബി തങ്ങൾ ഇങ്ങനെ സ്വീകരിച്ചു. ഓരോരുത്തർ കൊടുത്ത സമ്മാനം. അവസാനം ഒരു ഉമ്മ വന്നു. ഒരു ഉമ്മ സ്വർഗത്തിലെ വലിയ നാരിയാണ്. ആ ഒരു ഉമ്മ ഉമ്മു സുലൈം എന്ന് പറയുന്ന ഒരു സഹോദരി അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരികയാണ്. ആ ഉമ്മ പറഞ്ഞു, നബിയെ, മദീനക്കാരെല്ലാം അങ്ങേക്ക് സമ്മാനം തന്നു. അങ്ങേക്ക് ഭയങ്കര സന്തോഷായി. എൻ്റെ കയ്യിൽ തരാനും സമ്മാനമൊന്നുമില്ല. എൻ്റെ മകന് മാത്രമാണുള്ളത്. 10 വയസ്സുള്ള എൻ്റെ മകനെ ഞാൻ അങ്ങേക്ക് തരികയാണ് നബിയെ. അങ്ങ് സ്വീകരിക്കണം. അങ്ങയുടെ ഖാദിമായി നബി, അങ്ങയുടെ സേവകനായ എൻ്റെ മോനുണ്ടാവണം. അല്ലാഹുവിന്റെ റസൂൽ അനസ് എന്ന മോനെ സ്വീകരിച്ചു. മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ് ഉമ്മു സുലൈം എന്ന ആ സ്വഹാബി വനിത തന്റെ മകനെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് കൊടുക്കുകയാണ്. നബി തങ്ങളെ ഖാദിമായിട്ട്. നബി തങ്ങള് വല്ലാത്ത സന്തോഷത്തിൽ അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുവേ തമ്പുരാനെ, ഈ മകന്റെ അക്സിർ ഇൽമഹു, അവന്റെ ഇൽമ നീ അധികരിപ്പിച്ചു കൊടുക്കണേ, സമ്പത്ത് നീ അധികരിപ്പിച്ചു കൊടുക്കണേ, സന്താനങ്ങളെ നീ അധികരിപ്പിച്ചു കൊടുക്കണേ, ആയുസ് നീ നീട്ടിക്കൊടുക്കണേ എന്ന് 4 കാര്യങ്ങൾക്ക് ദുആ ചെയ്തു. 4 കാര്യങ്ങൾ. 1, ധാരാളമായിട്ട് സന്താനം കൊടുക്കണേ എന്ന്. ഒരുപാട് മക്കളുണ്ടായിരുന്നു അനസ് റളിയല്ലാഹു അൻഹുവിന്. കാരണം എന്തേ? അല്ലാഹുവിന്റെ റസൂലാണ് ദുആ ചെയ്തത്. അല്ലാഹുവേ, ആയുസ് നീട്ടിക്കൊടുക്കണേ. ഒരഭിപ്രായ പ്രകാരം ഏറ്റവും അവസാനം വഫാത്തായ സ്വഹാബി അനസ് റളിയല്ലാഹു അൻഹു ആണ്. 100-ലേറെ വർഷം ജീവിച്ചിട്ടുണ്ട്. 100-ലേറെ വർഷം. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുള്ളത് ഇറാഖിലെ കൂഫയിലാണ്, നജഫിലാണ് മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുള്ളത്. വലിയ ചരിത്രമാണ്, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അല്ലാഹുവേ, ഇൽമിൽ നീ അധികരിപ്പിക്കണേ. വലിയ ആലിമായി 1000കണക്കിന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രഗത്ഭരായ താബിഈങ്ങളെല്ലാം ഹദീസ് പഠിക്കാൻ വന്നിരുന്നത് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്കാണ്. അല്ലാഹുവേ, സമ്പത്ത് നീ അധികരിപ്പിക്കണേ. നബി തങ്ങൾ 4 കാര്യങ്ങൾക്ക് ദുആ ചെയ്തു. അല്ലാഹു ധാരാളമായി സമ്പത്ത് കൊടുത്തു, ധാരാളമായി സന്താനങ്ങളെ കൊടുത്തു, ആയുസ് ഒരുപാട് നീട്ടിക്കൊടുത്തു, ഒരുപാട് ഇൽമ് അധികരിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അനസ് റളിയല്ലാഹു അൻഹു. ആ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖദംതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സിനീന. നമ്മൾ പഠിക്കേണ്ട പാഠമാണ്, വലിയ പഠിക്കേണ്ട പാഠമാണ്. ഞാൻ നബി തങ്ങളുടെ ഖാദിമായി, ഖദംതു റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമായി 10 സിനീന. എത്ര വർഷം? 10 വർഷം. 1-2 വർഷമൊന്നുമല്ല, 1-2 വർഷമല്ല, 10 വർഷമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമായത്. ആരുടെ ഖാദിമ്? ലോകത്തിന്റെ നായകന്റെ ഖാദിമാണ്. 10 വയസ്സുള്ള അനസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ 10 വർഷമാ ജീവിച്ചത്. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞപ്പോ മാ ഖാല ലി ഖത്തു, ഒരു വട്ടം പോലും നബി തങ്ങൾ എന്നോട് പറഞ്ഞില്ല ഉഫ്ഫിൻ, ഛേ, എന്താണ് അനസ് ഇതിങ്ങനെ ചെയ്തത്, ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊരു വട്ടം പോലും അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. എന്നിട്ടോ അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാനൊരു കാര്യം ചെയ്താൽ, ഞാൻ എന്തെങ്കിലും ഒരു സംഗതി ചെയ്തു കഴിഞ്ഞാൽ നബി തങ്ങൾ എന്നോട് ചോദിക്കുമായിരുന്നില്ല, ലിമ ഫഅൽത കദാ, അനസ് എന്തേ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്, ഇങ്ങനല്ലല്ലോ ചെയ്യേണ്ടത്, എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്നോട് പറയാറുണ്ടായിരുന്നില്ല. ഇനി ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തില്ല എങ്കിൽ, എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ട് വിട്ടുപോയാലോ, ചെയ്യാതിരുന്നാലോ, അല്ല ഫഅൽത കദാ, അനസ് എന്തേ നിങ്ങൾ അങ്ങനെ ചെയ്യാത്തത്, എന്തേ നിങ്ങൾ അങ്ങനെ ചെയ്യാത്തത് എന്നോട് നബിയുനാ മുഹമ്മദ് മുസ്തഫ
നബിയുനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ മാ ഖാലലി, എന്നോട് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. നമ്മൾ ആലോചിച്ച് നോക്കി, 10 വർഷം, 10 മാസം 10 ദിവസമല്ല, 1 വർഷമല്ല, 10 വർഷം നമ്മളെ കൂടെ ഒരാള് 1 മാസം ജീവിച്ചാൽ, 1 വർഷം ജീവിച്ചാൽ എന്ത് അഭിപ്രായം നമ്മളെ പറ്റി പറയാ? നമ്മളെ ഭാര്യയോട് നമ്മളെ പറ്റിയിട്ട് ഒരു അഭിപ്രായം ചോദിച്ചാൽ സത്യസന്ധമായിട്ട് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുത്താൽ അവർ പറയോ? നല്ല അഭിപ്രായം പറയോ? മുഅ്മിനീങ്ങളെ, വാള് കേട്ടിട്ട് വെറുതെ എണീറ്റ് പോയാൽ പോരാ, ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. നമ്മളെപ്പറ്റി ആളുകൾക്ക് നല്ല അഭിപ്രായം ഉണ്ടാവോ? എങ്ങനെയാ നല്ല അഭിപ്രായം ഉണ്ടാവുക? നല്ല സ്വഭാവമാണെങ്കിലാണ്. നമ്മളെ സ്വഭാവം നന്നാവുമ്പോഴാണ് നമ്മൾ നന്നാവും എന്ന് പറയാ, അല്ലെ? സ്വർഗത്തിലേക്ക് ആളുകൾ പോകുന്നത് എങ്ങനെയാ? സൽ സ്വഭാവം കൊണ്ടാണ്. അള്ളാന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ആളുകൾ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാ? അവരുടെ സ്വഭാവം കൊണ്ടാണ്. സ്വഭാവമാണ് ഒരു മനുഷ്യനെ തീരുമാനിക്കുന്നത്. നമ്മൾ ആളുകളോട് എങ്ങനെയാ പെരുമാറുന്നത്, ആളുകളോട് എങ്ങനെയാണ് ഇടപെടുന്നത്, ആളുകൾ ഇസ്ലാമിനെ പഠിക്കുന്നത് എങ്ങനെയാ? നമ്മളെ സ്വഭാവം കണ്ടിട്ടാണ്. ജനങ്ങൾക്ക് നമ്മൾ മുസ്ലിങ്ങളാണ്, നമ്മളെ പെരുമാറ്റം കണ്ടിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുക? ഇസ്ലാമിനെ പഠിക്കുക. ഇന്ന് സത്യത്തിൽ ഇസ്ലാം യഥാർത്ഥ ജീവിതത്തിൽ കൊണ്ട് നടക്കുന്ന ആരാ കൂട്ടത്തിലുള്ളത് എന്ന് ചോദിച്ചാൽ നമുക്ക് കാണിക്കാൻ പറ്റുമോ? നമുക്ക് കാണിക്കാൻ പറ്റുമോ? ഞാൻ ഒരൊറ്റ സംഭവം പറയാം. ഡേവിഡ് മൂസ പിഡ്കോക്ക് എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതനുണ്ട്, യൂറോപ്യനാണ്. അയാൾ മുസ്ലിം ആവാനുള്ള കാരണം എന്താന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞൊരു അനുഭവമുണ്ട്. അയാൾ ഒരു തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വയസ്സായ മനുഷ്യന് ഒരു ചെറുപ്പക്കാരനെ തല്ലുന്ന കണ്ടു. ഡേവിഡ് മൂസ പിഡ്കോക്ക് ഇംഗ്ലീഷിൽ പരിശുദ്ധ ഖുർആനിന്റെ ട്രാൻസ്ലേഷൻ എഴുതിയിട്ടുള്ള ആളാണ്. ഇംഗ്ലീഷിൽ വലിയ ആലിമായിട്ട് മാറി ഇസ്ലാമിനെ പറ്റി പഠിച്ചു. അയാൾ ഒരു പുരോഹിത കുടുംബത്തിൽ വന്ന ആളാണ്. അയാൾ എങ്ങനെയാ മുസ്ലിമായെന്നറിയോ? അയാൾ ഒരു സ്ട്രീറ്റിലൂടെ, ഒരു വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോ ഒരു വയസ്സായ മനുഷ്യൻ ഒരു ചെറുപ്പക്കാരനെ തല്ലുന്നുണ്ടു. തല്ലിയിട്ട് ഒരുപാട് ശകാരിക്കുന്നു. പക്ഷെ ഈ ചെറുപ്പക്കാരൻ ഒന്നും ചെയ്യുന്നില്ല. ഈ വയസ്സായ മനുഷ്യൻ കുറെ തല്ലിയിട്ട് തിരിച്ചുപോയി. ഇത് കണ്ടപ്പോ ഡേവിഡ് മൂസ പിഡ്കോക്ക് അയാൾക്ക് ഭയങ്കര അത്ഭുതമായി. ഇതെന്താണ് ഈ സംഭവം? യൂറോപ്പിലാണ് ഈ സംഭവം. ഈ ചെറുപ്പക്കാരൻ തിരിച്ചൊരടി കൊടുത്താൽ അയാൾക്ക് താങ്ങാൻ കഴിയില്ല. പിന്നെ എന്താണ് ഇയാൾ സഹിക്കാനുള്ള കാരണം? ഡേവിഡ് മൂസ പിഡ്കോക്ക് ആ മനുഷ്യന്റെ അടുക്കലേക്ക് ചെന്നു. ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, അയാൾ നിങ്ങളെ തല്ലുമ്പോ, അയാൾ നിങ്ങളെ ചീത്ത പറയുമ്പോ നിങ്ങൾ അയാളെ തിരിച്ച് ചീത്ത പറയുന്നില്ല, നിങ്ങൾ അയാളെ തല്ലുന്നില്ല. നിങ്ങളൊന്ന് തല്ലിയാൽ അയാൾ വീണുപോകും. എന്തേ തല്ലാത്തത്? എന്തേ മറുത്തു പറയാത്തത്? അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ അയാളെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിയിട്ടുണ്ട്. അയാൾ പറഞ്ഞ സമയമായി, എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അയാൾ ദേഷ്യപ്പെട്ടത്, അതുകൊണ്ടാണ് അയാൾ എന്നെ തല്ലിയത്. അപ്പൊ ഡേവിഡ് മൂസ പിഡ്കോക്ക് ചോദിച്ചു, നിങ്ങൾ വാങ്ങിയ പൈസ തിരിച്ചു തരാന്ന് അയാളോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവധി കഴിഞ്ഞുപോയി. ഈ കടം വാങ്ങാന്ന് പറയുന്നത് വലിയ രസമുള്ള പരിപാടിയാണ്. കടം കൊടുക്കുക എന്ന് പറയുന്നത് സുന്നത്തായ കാര്യമാണ്. പക്ഷെ നാട്ടിൽ പല ആൾക്കാരും പറയലെന്തറിയോ? കടം കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള ബന്ധം പിന്നെ പോകുന്നു. കാരണം വാങ്ങിയ ആൾ തിരിച്ചു തരില്ല. 2-3 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ചൊടിയാവും. നല്ല ബന്ധത്തിലുണ്ടായ ആൾ തമ്മിൽ തെറ്റുന്നത് കടം കൊടുത്തിട്ടാണ്. അപ്പൊ കടം കൊടുക്കുക എന്ന് പറയുന്നത് പൈസ കൊടുത്തിട്ട് ശത്രുക്കൾ ഉണ്ടാക്കുന്ന പരിപാടിയാണെന്നൊക്കെ നാട്ടിലെ ആൾക്കാർ പറയുന്നിടത്തേക്ക് എത്തി. എന്താ കാരണം എന്നറിയോ? വാങ്ങിയിട്ട് ചില ആളുകൾ പറ്റിക്കും. ചില ആൾക്കാർ എന്താ ചെയ്യാന്നറിയോ? നല്ല ഒക്കെ കൂടും, ഇങ്ങനെ നല്ല കമ്പനിയായി ഒരു ചെറിയ പൈസ വാങ്ങും, പറഞ്ഞ ഡേറ്റിന്റെ ഒരു ദിവസം മുമ്പ് തിരിച്ചു തരും. 2ാമതും വാങ്ങും, പറഞ്ഞ ടൈമിനേക്കാളും മുന്നേ കൊടുക്കും. നല്ലൊരു വിശ്വാസം ഉണ്ടായല്ലോ. 3ാമത് കുറച്ച് വലിയ പൈസ വാങ്ങും, പിന്നെ കൊടുക്കൂല. വിശ്വാസം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം പറ്റിക്കും. കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കണം. കഴിയുന്ന ആളുകൾ കടം കൊടുക്കുന്നതിൽ നിന്ന് ബാക്കോട്ട് നിൽക്കാനും പാടില്ല. അതൊരു വലിയ ഉപകാരമാണ്, അതൊരു സാമൂഹിക നന്മയാണ്. മകളെ കെട്ടിക്കാൻ പ്രയാസമായിട്ട് ഒരാൾ ലോൺ എടുക്കേണ്ടി വരുന്ന സന്ദർഭം വന്നാൽ നമ്മളൊരു കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് സഹായിക്കണം. ഒരു സമയം കൊടുക്കുക, ആ സമയം വരെ അല്പാൽപമായിട്ട് തരാനുള്ള ഒരു സൗകര്യം കൊടുക്കുക. വീട് കെട്ടിയിട്ട് പകുതി അതിന് ലോൺ എടുക്കലല്ലാതെ വഴിയില്ല. ഹറാമായ പൈസ കൊണ്ട് വീടെടുത്താൽ ആ വീട്ടിൽ ബർക്കത്തുണ്ടാവില്ല എന്നറിയുമ്പോൾ നിങ്ങളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ സഹായിച്ചേക്കണം. അവിടെ മടി കാണിക്കാൻ പാടില്ല. കടം കൊടുക്കുന്നതെന്ന് അറിയുമ്പോൾ തന്നെ നിരുത്സാഹപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കൊടുത്തേക്കല്ലേ, പൈസ കിട്ടൂല, വേണമെങ്കിൽ കൊടുത്തോ, പിന്നെ എന്നോട് അതിനെ പറ്റി പറയണ്ട എന്നൊക്കെ പറഞ്ഞു നമ്മളങ്ങനെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. കടം കൊടുക്കലും വാങ്ങലും ഒക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടണം. പക്ഷെ അതൊരു വിശ്വാസത്തിന്റെ പുറത്താണ്. ആ വിശ്വാസത്തെ നമ്മൾ നിലനിർത്തണം. ഇപ്പൊ ചില നാട്ടിലൊക്കെ
പള്ളി കമ്മിറ്റി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പലിശയില്ലാതെ കടം കൊടുക്കുന്ന പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നാട്ടിലെ പൈസക്കാരും പാവങ്ങളൊക്കെ സഹകരിച്ചിട്ട് സുന്തൂക്ക് പരിപാടി തുടങ്ങും. എന്നിട്ട് അതിൽ പലിശയില്ലാതെ കടം കൊടുക്കും. അപ്പൊ അത്യാവശ്യത്തിന് ഒരു 5-6 ലക്ഷം റുപ്യ ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് അയാൾ അതെന്ത് ചെയ്യുക, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചു തീർക്കുക. പക്ഷെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, പലിശ ഉണ്ടാവില്ല. ബർക്കത്തുള്ള പൈസ അല്ലേ, ബർക്കത്തുള്ള പൈസ അല്ലേ. അതിനൊക്കെ ജാമ്യം നിൽക്കാൻ ആളുണ്ടാവും. ഇയാൾ കൃത്യസമയത്ത് അടച്ചില്ലെങ്കിൽ മറ്റാൾ ഉത്തരവാദിയാവും. ആ രീതിയിലുള്ള ഒരു സംവിധാനം പല മഹല്ലുകളിലും വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോവാൻ നമുക്ക് പരീക്ഷിക്കാൻ പറ്റിയ സംഗതിയാണ്. പാവങ്ങളെ സഹായിക്കാനുള്ള നല്ല പദ്ധതിയാണത്. കടം കൊടുക്കുക, എന്നാലോ കൃത്യമായിട്ട് അത് തിരിച്ചടക്കാനുള്ള ഒരു സംവിധാനം. അപ്പൊ കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കണം. സമയത്തിന് മുന്നേ കൊടുക്കലാണ് അതിന്റെ മര്യാദ. സമയത്തിന് മുന്നേ വാങ്ങിയിട്ട് പിന്നെ രാത്രിയും പകലും വിളിച്ച് ബാക്ക് കൂടേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. ഒരാൾ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ എന്താ പറയുക, ആ കടം കൊടുത്തോന് പിന്നീട് വേറൊരാൾക്ക് കടം കൊടുക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ഇത് വേണ്ടാത്ത പണിയാന്നുള്ള തോന്നൽ വരും. അള്ളാന്റെ ദീൻ അത് സുന്നത്താക്കിയിട്ടുണ്ട്. അതിന് രേഖയും സാക്ഷികളൊക്കെ വെച്ചിട്ട് അത് ചെയ്യണം. എന്നാൽ അത് ചൂഷണത്തിന് കാരണമാവരുത്. ഞാൻ പറഞ്ഞു വന്നത് ഡേവിഡ് മൂസ പിഡ്കോക്ക് അയാൾ പറയാൻ, ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിങ്ങൾ കടം വാങ്ങിയതാണെങ്കിലും നിങ്ങളെ പബ്ലിക്കിൽ തല്ലുമ്പോൾ നിങ്ങൾ എന്താ തിരിച്ചു തല്ലാത്തത് എന്ന്. ആ മനുഷ്യൻ പറഞ്ഞു, അയാൾ പ്രായമുള്ള ആളാണ്, എന്നെക്കാൾ മുതിർന്ന ആളാണ്, എന്നെക്കാൾ മുതിർന്ന ആളെ ഞാൻ ബഹുമാനിക്കേണ്ടതുണ്ട്. മൂസാ പിഡ്കോക്ക് ചോദിച്ചു, ഇങ്ങനെയൊക്കെ പറയാൻ നിന്നെ ആരാ പഠിപ്പിച്ചത് എന്ന്. അപ്പൊ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാനൊരു മുസ്ലിമാണ്, എന്റെ മതം എന്നെ എങ്ങനെയാ പഠിപ്പിച്ചിട്ടുള്ളത്, എന്റെ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ റസൂലിന്റെ പാഠങ്ങൾ അങ്ങനെയാണ്. മദീനയിൽ ഒരിക്കലും നബിത്തങ്ങള് ഒരു ജൂതനായ മനുഷ്യന്റെ കയ്യിൽ നിന്ന് നബിത്തങ്ങൾ ഒരു പൈസ വാങ്ങി. ആ പൈസ വാങ്ങിയിട്ട് ഒരു ഡേറ്റ് പറഞ്ഞിരുന്നു. ആ ഡേറ്റ് ആകുന്നതിന് മുന്നേ അയാൾ വന്നു റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക്. എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ്, ഞാൻ തന്ന പൈസ തിരിച്ചു തരണം. അല്ലാഹുവിന്റെ റസൂൽ സൗമ്യമായിട്ട് ചിരിച്ചുകൊണ്ട് ആ മനുഷ്യനോട് പുഞ്ചിരിയോടെ പറഞ്ഞു, നിങ്ങൾ എനിക്ക് തന്ന ഡേറ്റ് ആയില്ലല്ലോ, ടൈം ആയില്ലല്ലോ, ടൈം ആവുമ്പോൾ ഞാൻ തിരിച്ചു തന്നോളാം. ആ ജൂതനായ മനുഷ്യൻ വിട്ടില്ല. യാ മുഹമ്മദ്, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ തിരിച്ചു തരണമെന്ന് പറഞ്ഞു. ആ റസൂൽ പറഞ്ഞു, നമ്മൾ പറഞ്ഞ ഡേറ്റ് ആയില്ലല്ലോ, ഡേറ്റ് ആകുമ്പോൾ ഞാൻ തിരിച്ചു തന്നേക്കാം. ആ മനുഷ്യൻ എന്താ ചെയ്തത്, അല്ലാഹുവിന്റെ റസൂലിനോട് യാ കദ്ദാബ് എന്ന് വിളിച്ചു. യാ കദ്ദാബ്. എന്താ കദ്ദാബ് എന്ന് പറഞ്ഞാൽ കളവ് പറയുന്നവനെന്നാണ്, കൂടുതൽ കളവ് പറയുന്നവനെന്നാണ്. സദസ്സിൽ സ്വഹാബത്തുണ്ട്. സ്വഹാബത്തിന്റെ മുമ്പെന്ന് അള്ളാന്റെ റസൂലിനെ വിളിക്കുന്നത് യാ കദ്ദാബ്. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, നബിയെ, അരയിലെ വാളിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു, നബിയെ ഞാൻ ഇടപെടട്ടെ എന്ന്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഇല്ല ഉമർ, ഇത് ഞങ്ങൾ തമ്മിലുള്ള ഇടപാടാണ്, നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. അപ്പൊ ഈ മനുഷ്യന് അള്ളാന്റെ റസൂലിന്റെ കോളർ പിടിക്കാൻ മുന്നോട്ട് വന്നു. എന്റെ പൈസ ഇപ്പൊ തരണം എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചാടി എണീറ്റു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അന റസൂലുള്ളാഹ്, ഞാൻ അള്ളാന്റെ റസൂലാണ്, എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ഉമർ, നിങ്ങൾ അവിടെ ഇരിക്കൂന്ന് പറഞ്ഞു. ഉമർ തങ്ങളെ ഇരുത്തി. അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ മുമ്പിലാണ് ഈ ധിക്കാരം കാണിക്കുന്നത്. സ്വഹാബത്തിന് അത് സഹിക്കൂല. സ്വഹാബത്ത് അവര് ചാടി എണീറ്റതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആ റസൂൽ അവിടെ ഇരിക്കാൻ പറഞ്ഞു. നബി തങ്ങൾ പിന്നെയും പുഞ്ചിരിയോടെ ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് തന്ന അവധി ആ ടൈം ആയിട്ടില്ലല്ലോ എന്ന്. ആ സമയത്ത് ആ മനുഷ്യന് കൈവിട്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചിട്ട് അയാൾ കലിമ ചൊല്ലി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. ആ മനുഷ്യൻ മുസ്ലിം ആവാൻ. എന്താ കാരണം? അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ വേദഗ്രന്ഥത്തിൽ പരിശോധിച്ചു നോക്കിയപ്പോ വരാനിരിക്കുന്ന ഒരു പ്രവാചകന്റെ അടയാളങ്ങൾ പറയുന്നുണ്ട്, ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ആ ലക്ഷണങ്ങളിൽ ഒന്ന്, ആ പ്രവാചകൻ എത്ര പ്രതികൂലമായ സാഹചര്യം വന്നാലും ദേഷ്യപ്പെടൂല എന്നാണ്. പ്രവോക്കഡ് ആവൂല. എത്ര ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിച്ചാലും ആ പ്രവാചകൻ ദേഷ്യപ്പെടൂല എന്നതാണ്. ഞാനൊന്ന് പരിശോധിച്ചു നോക്കിയതാണ്. നിങ്ങൾ ദേഷ്യപ്പെടുമോ എന്ന് നോക്കിയതാണ്. നിങ്ങൾ പ്രവോക്കഡ് ആവുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല. ഇപ്പൊ എനിക്ക് ബോധ്യമായി അങ്ങ് അള്ളാന്റെ റസൂലാണ്, ഞാൻ മുസ്ലിം ആകുന്നു എന്ന്. ആ റസൂലുള്ളാന്റെ മാതൃകയാ. ഈ ചെറുപ്പക്കാരൻ, യൂറോപ്പിലെ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ആ മനുഷ്യന്റെ കടം വാങ്ങിയതാണ്. അയാൾ എന്നെക്കാൾ പ്രായത്തിന് മൂത്ത ആളാണ്. ഞാൻ പറഞ്ഞ ഡേറ്റിന് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അയാൾ എന്നെ പറയുമ്പോൾ ഞാൻ എങ്ങനെ തിരിച്ചു പറയാം? അയാൾ അത് പറയാൻ അർഹനല്ലേ എന്ന് ഡേവിഡ് മൂസ പിഡ്കോക്ക് ചിന്തിച്ചു. ഇങ്ങനെയൊക്കെ ഒരു ചെറുപ്പക്കാരന് പറയണമെങ്കിൽ എന്താണ് ആ മതത്തിന്റെ അന്തസത്ത? എന്താണ് ആ ദീന്?
എവിടെ മുസഫ് പിടുക്കമൊക്കെ പഠിക്കാൻ തുടങ്ങി. പഠിച്ചപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു. അയാൾ മുസ്ലിമായി. പരിശുദ്ധ ഖുർആനിന് സ്വന്തമായിട്ട് ഇംഗ്ലീഷിൽ ഒരു വ്യാഖ്യാനം എഴുതാൻ, അതിന്റെ ട്രാൻസ്ലേഷൻ എഴുതാൻ സാധിച്ചു. എന്താ മാറ്റമുണ്ടാക്കിയത്? ഒരു ചെറുപ്പക്കാരന്റെ സ്വഭാവമാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോ, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോ, ബസ്സിൽ പോകുമ്പോ, ബസ് സ്റ്റാൻഡിൽ കാണുമ്പോ, നാട്ടിൽ ബിസിനസ്സിലേക്ക് പോകുമ്പോ, പോകുന്നിടത്ത് നമ്മളെ ജീവിതത്തിൽ ഇസ്ലാമുണ്ടോ, ആളുകൾ ആകർഷിക്കപ്പെടും. ആളുകൾ നമ്മളിലേക്ക് ആകർഷിക്കും, ഒരു സംശയവുമില്ല. പക്ഷെ നമ്മളിൽ ഇസ്ലാം ഉണ്ടാവണം, നമ്മളിൽ ഇസ്ലാം ഉണ്ടാവണം. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഒരു അനുഭവം കൂടി പറയാം. എ ജേർണി ഇൻ ടു ഇസ്ലാം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഇംഗ്ലീഷിൽ. ആ പുസ്തകത്തിൽ അക്ബർ എസ് അഹമ്മദ് എന്ന് പറയുന്ന ആള് ഒരു അനുഭവം പറയുന്നുണ്ട്. അയാൾ അമേരിക്കയിൽ ഒരു അനുഭവം പറയാൻ. അമേരിക്കയിൽ പോയപ്പോ ഒരു ചെറുപ്പക്കാരനായ മുസ്ലിമിനെ കണ്ടു. മുസ്ലിമാണ്, പക്ഷേ അയാളെ വേഷമൊക്കെ നല്ല മോഡേൺ ഡ്രസ്സാണ് ധരിച്ചിട്ടുള്ളത്. അയാളെ കണ്ടപ്പോ അക്ബർ എസ് അഹമ്മദ് അയാളോട് ഇങ്ങനെ ചോദിച്ചു, അടുത്തു പോയിട്ട് ഇരുന്നിട്ട്, നിന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ റസൂൽ ആരാണ് നബിയുന മുഹമ്മദ് മുസ്തഫ ആരാണ് നബി തങ്ങളെന്ന് ചോദിച്ചപ്പോ, ചോദ്യം കേട്ടപ്പോ ഇരിക്കുകയായിരുന്ന ചെറുപ്പക്കാരൻ ചാടി എണീറ്റു. നിന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ റസൂൽ ആരാണെന്നാ ചോദ്യം കേട്ടപ്പോ അയാൾ ഇരുന്നെടുത്ത് എണീറ്റിട്ട് അയാൾ മറുപടി പറയാൻ തുടങ്ങി. പക്ഷെ അയാൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. അയാൾ കരഞ്ഞുപോയി, കണ്ണ് നിറയാൻ. അക്ബർ എസ് അഹമ്മദ് പറയാണ്, ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. അമേരിക്കയിൽ കണ്ട ഒരു ചെറുപ്പക്കാരനായ മുസ്ലിമിനോട് അള്ളാന്റെ റസൂല് നിന്നെ സംബന്ധിച്ച് ആരാന്ന് ചോദിക്കുമ്പോ ഉത്തരം പറയാനാകാതെ നബി തങ്ങളുമായിട്ടുള്ള ബന്ധം പറഞ്ഞുകൊണ്ട് ആ മനുഷ്യ കരഞ്ഞു പോവാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വാളിന്റെ സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കട്ടെ, നിങ്ങളെ സംബന്ധിച്ച് അള്ളാന്റെ റസൂൽ ആരാന്ന് ചോദിച്ചാ എന്ത് മറുപടിയാ നമുക്ക് പറയാനുണ്ടാവുക? എൻ്റെ ഉമ്മമാരെ, അള്ളാന്റെ റസൂലുമായിട്ടുള്ള നമ്മളെ ബന്ധം എന്താണ്? ഇന്നത്തെ ദിവസം എത്ര സ്വലാത്ത് നമുക്ക് ചെല്ലാനായിട്ടുണ്ട്? സ്വർഗത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എത്ര സ്വലാത്ത് ഇന്ന് നമുക്ക് ചെല്ലാനായിട്ടുണ്ട്? പുതിയ കാലത്ത് നമുക്കിങ്ങനെ തോന്നാണ്, വാളിന്റെ അടുത്ത് പോകുന്നുണ്ട്, തൊപ്പി വെക്കുന്നുണ്ട്, നമ്മൾ നന്നായി ഭയങ്കരായി എന്ന്. ഉള്ളം പുറവും ശുദ്ധിയാക്കേണ്ട ഒരു നേരത്താ നമ്മളുള്ളത്. റമളാനാണ് വരാൻ വേണ്ടി പോകുന്നത്. റമളാന്റെ മുന്നൊരുക്കം നടക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് തഹ്ലിയത്ത് നടക്കണം, ഒന്ന് തഹ്ലിയത്തും നടക്കണം. എന്താ തഹ്ലിയത്ത്? റമളാനാവുമ്പോ ഈ നാട്ടിലുണ്ടോന്നറിയില്ല, മലപ്പുറം കോഴിക്കോട് ഭാഗത്തൊക്കെ ഉണ്ട്. നനച്ചുകുളി എന്ന് അതിന് പറയാം. നനച്ചുകുളി എന്ന് പറഞ്ഞാൽ വീട് പറമ്പൊക്കെ ഒന്നാകെ ക്ലീനാക്കി വൃത്തിയാക്കും. റമളാനിന് വേണ്ടിയിട്ട് വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കും. അതാണ് നനച്ചുകുളി. റമളാനിന് വേണ്ടിയുള്ള ഒരു ഒരുക്കമാണ്. നമ്മൾ റമളാനിന് ഒരുങ്ങണം. നമ്മളെ വീട് മാത്രമല്ല നമ്മളും, അല്ലേ? നമ്മളൊരു വീട്ടിൽ പെയിന്റ് അടിക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക? ആ മതിലുള്ള ചളി ആദ്യം നീക്കിക്കളയും. ചളി ആദ്യം നീക്കിയിട്ടാണ്, കഴുകിയ ശേഷമാണ് പുതിയ പെയിന്റ് അടിക്കുന്നത്. റമളാൻ ചളിയൊക്കെ മാലിന്യങ്ങളെ നീക്കിയിട്ട് പുതിയ പെയിന്റ് അടിക്കേണ്ട, ഭംഗി കൂട്ടേണ്ട സമയമാണ്. ഉള്ളു ശുദ്ധിയാക്കേണ്ട സമയമാണ്. തൗബയുടെ നേരമാണ്. അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങേണ്ട നേരമാണ്. ജീവിതത്തിൽ ഒരു വട്ടം തൗബ ചെയ്തവർ ഈ കൂട്ടത്തിൽ ഉണ്ടോന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ആളുകൾ കുറവായിരിക്കും പറയാൻ. ഒരു വട്ടമെങ്കിലും തൗബ ചെയ്തവർ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങേണ്ട സമയമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.